ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേഡി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. കുറച്ച് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ തന്നെയാണ് ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക കേട്ടോ. 10ാം ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. എന്നാൽ ഞാൻ പറയുന്നു, 9ാം ക്ലാസ്സിൻ്റെ അത്ര പഠിക്കാൻ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലില്ല. പക്ഷെ എന്ന് കരുതി നമ്മൾ മടിയന്മാരായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ, അവസാനത്തിൽ പഠിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തോൽക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ പൊതുപരീക്ഷയാണ്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ പല കുട്ടികളും എളുപ്പമാണെന്നും ടഫാണെന്നും ഒരേപോലെ പറയപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓവർ കോൺഫിഡൻറ്റ് കൊണ്ട് മാർക്ക് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾ ഇതിലുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ചില പ്രത്യേക തരം കുട്ടികൾക്കാണ്. കൃത്യമായിട്ട് കേട്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു ട്യൂഷന് പോകുന്ന കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഓഫ്ലൈൻ നാടുകളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ട്, ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ട്, സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികളുണ്ട്. പിന്നെ 99.9% ആളുകളും സാധാ പോലെ സ്കൂളുകളിൽ പോകുന്ന അല്ലെ പോകാനിരിക്കുന്ന കുട്ടികളാണ്. പല സ്കൂളുകളിലും തുടങ്ങിയിട്ടുണ്ട്. സോ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കാൻ പോകുന്ന ഒരു ചാപ്റ്ററാണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന മാത്തമാറ്റിക്സിലെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ. എന്താണ് കുഴപ്പിക്കുക എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. തീർച്ചയായിട്ടും അതിലെ ടേംസുകൾ, അല്ലെങ്കിൽ എന്താ ഞാൻ പറയുക, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അവസാന പദം, ഞാൻ നിങ്ങൾ കുറച്ച് നമ്പർ എഴുതി, അതിൻ്റെ അവസാന പദം, ആ അവസാന പദത്തിന് മലയാളം മീഡിയത്തിൽ തന്നെ മറ്റൊരു പദമാണ് എന്നാം പദം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റൊരു പദമാണ് ബീജഗണിത രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ പല തരത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പം ഇംഗ്ലീഷ് മീഡിയക്കാരോട് പറയുകയാണെങ്കിൽ nth ടേം, ഓൾജിബ്രായിക് ഫോം, ജനറൽ ടേം, ഇതൊക്കെ ഒരേ കാര്യങ്ങളാണ്. ചില സ്കൂളുകളിൽ ഒന്ന് മാത്രം പഠിപ്പിക്കും, മറ്റേത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അതോടൊപ്പം തന്നെ ഇതിലെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന മറ്റൊരു കാര്യമാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ചില ക്ലാസ്സുകളിൽ ചില ടീച്ചേഴ്സ് എക്സൻ എന്ന് ഉപയോഗിക്കും. ഇപ്പം ഞാൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ ഞാൻ പറയുന്ന കാര്യം അതിലേക്ക് നോക്കുക, എന്നിട്ട് എന്താണ് ഇതിൻ്റെ പരിഹാരം എന്നും നിങ്ങൾ കാണുക. ചെറിയൊരു വീഡിയോ ആണ്. ഈ എക്സനെ തന്നെ ചില സ്കൂളുകളിലെ ടീച്ചേഴ്സ് AN എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാറുണ്ട്. ഇത് തന്നെ ചില ട്യൂഷൻ സെൻ്ററിലെ കുട്ടികൾ അല്ലെങ്കിൽ വേറെ മറ്റു സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ TN എന്ന് പറഞ്ഞൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ കുട്ടികൾ പറയുകയാണെന്ത്, സാർ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പലതാണ് പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ഒരേ ഒരു ചാപ്റ്ററാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് ആദ്യം തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവരുത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാക്കാണ്. നമ്മുടെ സൈലം ക്ലാസ് കാണുന്ന ഒരു കുട്ടിക്ക് പോലും ഏത് ക്ലാസ് കണ്ടാലും മറ്റേത് വന്നാലും ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല. കാരണം അതെല്ലാം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കും സൈലത്തിൻ്റെ ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് പോവുക. AN എന്ന് പറയുന്നതും XN എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് എവിടെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, അങ്ങനെ 2 പരീക്ഷാ പേപ്പർ, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് എന്താണ്, അങ്ങനെ ഒരു കാര്യമുണ്ട്. AN എന്ന് പറഞ്ഞത് ഒരിക്കലും പരീക്ഷാ പേപ്പറിൽ കാണില്ല. പകരം 99.9% പറയുന്നത് XN ആണ്. കാരണം ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് XN ആണ് എന്ന് കരുതി AN തെറ്റല്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരുപാട് എക്സാമ്പിളുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മുടെ സ്ഥലത്തിൻ്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പോയി നോട്ടിഫൈ മീ ചെയ്ത് വെക്കണം. ഇപ്പോൾ തന്നെ ഈ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് ലൈവുകളൊക്കെ കാണാം. അതൊക്കെ പോയി നോട്ടിഫൈ മീ ചെയ്ത് വെക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ കൃത്യമായിട്ട് കോൺസെപ്റ്റ് പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊന്നും കൺഫ്യൂഷൻ ആവേണ്ടി വരില്ല. അത് സൈലം തരുന്ന ഉറപ്പാണ് കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സിൽ A+ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് A+ നേടാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് A+ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേഡി. ബൈ.